ഈ ഒരു വീഡിയോ നമ്മുടെ തേജുവിന് മാത്രമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം നമ്മൾ തേജുവിന് സർപ്രൈസ് ആയിട്ടൊരു സാധനം കൊടുക്കാൻ പോവാണ്. എന്താണ് ഏതാണെന്നൊക്കെ നമ്മൾ വഴിയെ കാണിച്ചു തരാവേ. അപ്പൊ നമ്മൾ നേരെ പോകുന്നത് അവന്റെ സ്കൂളിലേക്കാണ് കേട്ടോ. വീടിന്റെ നേരെ ഇപ്പൊ ഞങ്ങൾ ഏകദേശം ഇറങ്ങി. പക്ഷെ നമ്മൾ ജിഷ്ണുവിന്റെ ഡ്രൈവിംഗ് കാരണം അരമണിക്കൂർ മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവന്റെ നേരെ ക്ലാസ്സിലെത്തി. ഇനി അവൻ അവിടെ നിന്ന് എടുക്കണം കേട്ടോ. അരമണിക്കൂർ മുന്നേ എത്തിയോണ്ട് തന്നെ വീടിന്റെ നേരമല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഓഫീസ് റൂമിൽ സൈൻ ചെയ്തിട്ടൊക്കെ ആയിട്ട് അവൻ എടുക്കാൻ പറ്റുള്ളൂ. അവനതേ കുട്ടീനെ കൊടുന്നപ്പോൾ കുട്ടികൾക്ക് ആദ്യം നമ്മൾ മനസ്സിലായിട്ടില്ല കേട്ടോ എന്താ ഇത്ര അവനെ നേരത്തെ വന്ന് കൊണ്ടുപോകണ എന്നുള്ളൊരു ഇതുണ്ട് അവനെ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജിഷ്ണുവിന്റെ ഉണ്ണിക്ക് അവർക്കൊക്കെ ഒരു സമ്മാനം വാങ്ങാൻ പോവാണ്, വാങ്ങിയിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകണം കേട്ടോ. അപ്പൊ അവന്റെ മൈൻഡിൽ എന്താന്ന് അവൻ ഒന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഇവിടെ എത്തി ഇറങ്ങിയപ്പോൾ അതായത് എന്ത് ഇവിടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം കണ്ടപ്പോൾ കുട്ടിക്ക് ഏകദേശം കാര്യം പിടികിട്ടിയിട്ട് കേട്ടോ. അത് ഈ മുഖം കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ വേറെ ഒന്നല്ല കേട്ടോ, നമ്മളവന് സൈക്കിൾ വാങ്ങാനായിട്ട് പോണത്. കുറേ നാളായിട്ട് സൈക്കിൾ വേണം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട്. അവന് 2 വയസ്സുള്ളപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ തീരെ ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയിട്ട്. ഒന്നാമത് അവൻ നീളം വെച്ച് വലിയ കുട്ടിയായില്ലോ, അതിൻ്റെ വ്യത്യാസം കൊണ്ട് പിന്നെ ആകെ വർഷങ്ങൾ പഴകിയത് കൊണ്ട് തന്നെ നല്ല കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടായിരുന്നു. തീരെ അവൻ ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നാളായിട്ട് നല്ലൊരു സൈക്കിൾ വേണമെന്ന് പറയണു കേട്ടോ ആള്. അപ്പൊ ജിഷ്ണേട്ടനാണെങ്കിൽ കളിയാക്കിയിട്ട് നിനക്കല്ല വേറൊരു കുട്ടിക്കാണ്, ജസ്റ്റ് ഇത് നിന്റെ വലുപ്പമായ കാരണം നോക്കാൻ വേണ്ടിയിട്ട് കയറ്റിയതാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും അവൻ പറയുന്നുണ്ട് അവൻ അറിയാതെ അവനുള്ളതാണ്. കാരണം ഞാൻ അവൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ വാങ്ങിത്തരാം, കുറച്ചുണ്ടെങ്കിൽ ഞാൻ വാങ്ങിത്തരാന്ന്. അവൻ 1-2 സൈക്കിളൊക്കെ അവൻ ട്രയൽ നോക്കിയിട്ട് അങ്ങനെ ലാസ്റ്റ് അവൻ തെരഞ്ഞെടുത്തത് ഈ ഒരു സൈക്കിളാണ് കേട്ടോ. റെഡ് കളറാ തോന്നുന്നു, ആ കവർ കാരണം കാണാൻ റെഡ് തന്നെ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, സൈക്കിൾ അവന് സർപ്രൈസ് ആയിട്ട് തന്നാൽ മതി, അമ്മയച്ഛനും ഏത് വാങ്ങിയാലും അവന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനും ഇഷ്ടങ്ങൾ ഉണ്ടാവില്ലേ, അതുകൊണ്ട് കേട്ടോ അവനെയും കൂട്ടി പോകുന്നത്. എന്നാലും ഇവിടെ എത്തണ വരെ കുട്ടി സർപ്രൈസ്ഡ് ആണ്. ഇവിടെ എത്തി കണ്ടതിന് ശേഷം കുട്ടി ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ട്. എന്നാലും നമ്മൾ അവൻ പറഞ്ഞ പോലെ സർപ്രൈസ് ഒക്കെ തന്നെയാണ് കൊടുത്തേക്കണത്. പക്ഷെ അവന്റെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്ത് കൊടുത്തു. അവനും ഉണ്ടാവില്ല ഇഷ്ടങ്ങൾ, എങ്ങനത്തെ സൈക്കിൾ വേണം, ഏത് സൈക്കിൾ വേണം എന്നൊക്കെ. എന്തായാലും കുട്ടി ഡബിൾ ഹാപ്പിയാണ് കേട്ടോ. കാരണം സൈക്കിളും കിട്ടിയിട്ടുണ്ട്, പിന്നെ സ്കൂളിൽ നിന്ന് നേരത്തെ കൊണ്ടുവരും ചെയ്തില്ല, അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇതേ ഒരു ജ്യൂസൊക്കെ കുടിക്കാൻ വെച്ചിട്ട് ആ തൊട്ടപ്പുറത്തനുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജിഷ്ണായിട്ട് ഇതേ നാരങ്ങ സോഡ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിൻചേട്ടനും തേജും പിന്നെ ജിത്തുട്ടേട്ടനും കൂടിയിട്ട് തണ്ണിമത്തൻ്റെ ആട്ടാ പറഞ്ഞത്. ഞാൻ പിന്നെ ഷുഗർ ഇല്ലാണ്ട് നമ്മുടെ ഒരു ഓറഞ്ച് ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഷുഗർ ഇല്ലെങ്കിലും അത്യാവശ്യം ഓറഞ്ചിന് മധുരമുള്ള കാരണം കുടിക്കാൻ രസം ഉണ്ടായിരുന്നു കേട്ടോ. സൈക്കിൾ കയറ്റുന്നതുകൊണ്ട് തന്നെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇരിക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ജിഷ്ണേട്ടനാണ് നമുക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിരുന്നേക്കണ ആൾ. ഇതേ ബാക്കിൽ പോയിട്ട് ചുരുണ്ട് മടങ്ങിയിരിക്കുന്നുണ്ട്. തേജുനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കാറ്റടിച്ചപ്പോഴേക്കും ഉറക്കം വന്നിട്ട് ഇത് ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ബാക്കിൽ ജിഷ്ണുവേട്ടനും ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതേ വീട്ടിലെത്തി വണ്ടിയൊക്കെ ഇത് ഇറക്കി. അപ്പോൾ കുട്ടിയുടെ ആഗ്രഹം പോലെ തന്നെ വണ്ടി ചവിട്ടി അവൻ തന്നെ ഇറക്കണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോഴത്തെ അതുപോലെ ഇറക്കുന്നുണ്ട്. ചെറിയ പേടിയുണ്ട് കേട്ടോ, കാരണം ഇത്ര വലിയ സൈക്കിൾ ഓടിച്ചിട്ടില്ലല്ലോ. നമ്മൾ വലിയ സൈക്കിൾ വാങ്ങിയത് വേറെ ഒന്നല്ല, ഇപ്പം എന്തായാലും വലുതാവാണ്. ചിലപ്പോൾ ഈ ഒരു വെക്കേഷൻ കഴിഞ്ഞ് 1ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും അവൻ കുറച്ചും കൂടി ഹൈറ്റ് വയ്ക്കും. അപ്പോൾ പിന്നെ നമുക്ക് തോന്നരുതല്ലോ ഒത്തിരി വലിയ സൈക്കിൾ വാങ്ങാടുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാലത്തേക്ക് കൂടിയിട്ടാണ് സൈക്കിൾ വാങ്ങിയേക്കുന്നത്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.